ഇതിൽ ഇപ്പോൾ ഏറ്റവും ഒടുവിൽ ലഭിക്കുന്ന ചില വിവരങ്ങൾ അനുസരിച്ച് യാതൊരു തരത്തിലുള്ള ഒരു ചർച്ചയ്ക്കോ എന്തെങ്കിലും തരത്തിലുള്ള ഒരു അനുരഞ്ജന നീക്കത്തിനോ തയ്യാറല്ല എന്ന് ആവർത്തിച്ച് വ്യക്തമാക്കുകയാണ് അമേരിക്ക. വി വിനോദ്, ഈ കാര്യം ഉറപ്പായി കഴിഞ്ഞു. അടിയന്തരമായ ഒരു ഇടപെടൽ വേണം എന്ന ചൈനയുടെ ആഹ്വാനം അങ്ങനെ ചെവിക്കൊണ്ടതായ ഒരു സൂചന ഇപ്പോൾ അമേരിക്കയിൽ നിന്ന് ലഭിക്കുന്നില്ല. ഈ യുദ്ധം തുടരുക തന്നെ ചെയ്യും. മാത്രമല്ല, ട്രംപ് തികഞ്ഞ ആത്മവിശ്വാസത്തിലാണ്. അവിടുത്തെ സുപ്രീം സെക്യൂരിറ്റി കൗൺസിലിൻ്റെ സെക്രട്ടറിയായ അലി ഷംഖാനി കൊല്ലപ്പെട്ടിട്ടുണ്ടായിരുന്നു നേരത്തെ. പരമോന്നത നേതാവ് നമുക്കറിയാം, ആയത്തുള്ള അലി ഖംനയി കൊല്ലപ്പെട്ടിരുന്നു. അതിനെ തുടർന്ന് ചീഫ് ഓഫ് സ്റ്റാഫ് ആംഡ് ഫോഴ്സസിൻ്റെ തലവൻ അബ്ദുൾ റഹ്മാൻ മുസാവി കൊല്ലപ്പെട്ടു. കമാൻഡർ ഓഫ് IRGC മുഹമ്മദ് പക്പൂർ കൊല്ലപ്പെട്ടു. ആസിസ് നാസിർ സദേഹ് ഡിഫൻസ് മിനിസ്റ്ററാണ്, കൊല്ലപ്പെട്ടു. നിലവിലെ ആക്ടിംഗ് ഡിഫൻസ് മിനിസ്റ്റർ സയ്യിദ് മജീദ് അൽ റേസ, ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ സാഹചര്യം എന്ത് എന്നതിനെക്കുറിച്ച് ഇപ്പോൾ നമുക്ക് കൂടുതൽ വിവരങ്ങൾ ലഭിക്കേണ്ടതുണ്ട്. വാർത്തകൾ പലതും പ്രചരിക്കുന്നുണ്ട്, പക്ഷേ ഞാൻ അതിലേക്ക് പോകുന്നില്ല. എങ്കിലും ആശങ്കാജനകമാണ്. ഹുസൈൻ ജബാൽ, ഈ ഗവേഷണ ഡിഫൻസ് റിസർച്ചിൻ്റെ ഓർഗനൈസേഷൻ ഓഫ് ഡിഫൻസീവ് ഇന്നൊവേഷൻ റിസർച്ചിൻ്റെ തലവൻ കൊല്ലപ്പെട്ടു. റേസ മുഹമ്മദ് മൊസാഫാരി നിയ അവിടുത്തെ ഈ ഗവേഷണ സംഘത്തിൻ്റെ മുൻ തലവനാണ്, കൊല്ലപ്പെട്ടു. അങ്ങനെ ഒരു നീണ്ട നിര ആളുകൾ ഇനിയുമുണ്ട്. സലാഹ് ഹസാദി കൊല്ലപ്പെട്ടു, ഇൻ്റലിജൻസിൻ്റെ തലവൻ. അതുപോലെ ഹെഡ് ഓഫ് മിലിറ്ററി ഓഫീസ് മുഹമ്മദ് ഷിറാസി കൊല്ലപ്പെട്ടു. ഇങ്ങനെ അവിടുത്തെ എല്ലാ വൻമരങ്ങളും ഒന്നിനു പുറകെ ഒന്നായി ഇങ്ങനെ വീണുകൊണ്ടിരിക്കുകയാണ്. സെയ്ദ് യാഹ്യ ഹംദി, ഡെപ്യൂട്ടി ഇൻ്റലിജൻസ് ഓഫീസർ റെസ്പോൺസിബിൾ ഫോർ ഇസ്ലാമിക് അഫയേഴ്സ്. അതുപോലെ ജലാൽപൂർ ഹുസൈൻ. ഈ തുടർച്ചയായ തന്ത്രപ്രധാനമായ സ്ഥലത്തിരിക്കുന്ന കസേരകളിൽ ഇരിക്കുന്ന ആളുകൾ ഒന്നിനു പുറകെ ഒന്നായി വീഴുമ്പോൾ ഇറാന് ഇനിയും പിടിച്ചു നിൽക്കാൻ കഴിയും അധികനാൾ എന്ന് കരുതേണ്ടതുണ്ടോ വിനോദ്? മനു, കൃത്യമാണ്. മനുവിൻ്റെ നിരീക്ഷണം കൃത്യമാണ്. കാരണം ഈ ഒന്നിനു പിറകെ ഒന്നായി നേതാക്കൾ കൊല്ലപ്പെടുന്നു എന്നത് മാത്രമല്ല, താൽക്കാലിക ഭരണാധികാരി വന്നു, അദ്ദേഹവും കൊല്ലപ്പെട്ടു എന്ന വിവരം പുറത്തു വരുന്നു. അതിനപ്പുറത്തേക്ക് ഇറാൻ ഇതുവരെ ഒരു ഭരണാധികാരി, ഖമേനിക്ക് ശേഷമുള്ള ഒരു ഭരണാധികാരി ആര് എന്നതിൽ പോലും ഇപ്പോൾ ഒരു തീരുമാനമെടുക്കാൻ കഴിയാത്ത വിധം വലിയ പ്രതിസന്ധിയിൽ നിൽക്കുന്നു എന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത്. ഇറാന് ചില സഹായങ്ങൾ, ചൈനയുടെ റഷ്യയുടെയൊക്കെ ചില പരോക്ഷ സഹായങ്ങൾ ലഭിക്കുന്നുണ്ട്. മറ്റ് ചില രാജ്യങ്ങളിൽ നിന്ന് ഉള്ള സഹായങ്ങൾ. ഇപ്പോൾ പാകിസ്ഥാൻ, വലിയ പ്രതിഷേധം പാകിസ്ഥാനിലുണ്ടായിരുന്നു. അമേരിക്കൻ എംബസിക്ക് നേരെയുള്ള പ്രതിഷേധമുണ്ടായിരുന്നു. ലെബനൻ പ്രത്യക്ഷമായി തന്നെ യുദ്ധത്തിൽ ഇസ്രായേലുമായി ഏർപ്പെടുന്നു. അങ്ങനെ ചില സഹായങ്ങൾ ലഭിക്കുന്നത് ഒഴിച്ചാൽ ഇറാന് എത്ര നാൾ ഇങ്ങനെ പിടിച്ചു നിൽക്കാൻ കഴിയും എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം. മാത്രമല്ല, ഇറാന് തിരിച്ചടിക്കേണ്ടി വരുന്നത് ഇസ്രായേലിനോടും അമേരിക്കയോടുമാണ്. അതിനപ്പുറത്തേക്ക് UK ആ പക്ഷത്ത് ചേരുന്നു. അതിനുമപ്പുറത്തേക്ക് GCCയിലെ രാജ്യങ്ങൾ അമേരിക്കയ്ക്ക് അവരുടെ സൈനിക താവളങ്ങൾ തുറക്കാൻ ഇടം കൊടുത്തു എന്നതിൻ്റെ പേരിൽ ഇറാൻ ഈ രാജ്യങ്ങൾക്ക് മേൽ ആക്രമണം നടത്തുന്നു. ഒരുപക്ഷെ അതൊരു രൂക്ഷമായ ആക്രമണത്തിലേക്ക് പോയിട്ടില്ലെങ്കിൽ പോലും പല സൈനിക താവളങ്ങളിലേക്കും അവർ ആക്രമണം നടത്തുന്നുണ്ട്. സിവിലിയൻസ് താമസിക്കുന്ന ഇടങ്ങളിലേക്കൊന്നും ആ ആക്രമണം നീണ്ടിട്ടില്ല. പക്ഷേ വരും നാളുകളിൽ ആശങ്ക ഉണ്ടാക്കുന്നൊരു കാര്യം തന്നെയാണ്. സാധാരണ മനുഷ്യരുടെ ജീവനും സ്വത്തിനുമൊക്കെ എന്ത് സംഭവിക്കും എന്നത് സംബന്ധിച്ചുള്ള ആശങ്കകൾ നിലനിൽക്കുന്നുണ്ട്. പലരും പല വീഡിയോസും അയക്കുമ്പോൾ അവരുടെയൊക്കെ താമസ സ്ഥലത്തിന് മുകളിലൂടെ ഇങ്ങനെ മിസൈലുകളും മറ്റുമൊക്കെ പോകുന്ന അയൺ ഡോമുകൾ വന്ന് അതിനെ പ്രതിരോധിക്കുന്ന തരത്തിലുള്ള കാഴ്ചകളുണ്ട്. പക്ഷേ ഈ ചിത്രങ്ങൾ പകർത്തുന്ന രാജ്യത്തു നിന്നുള്ള ആക്രമണമോ അല്ലെങ്കിൽ അവിടെ നിന്നുള്ള ആയുധ പ്രയോഗമോ അല്ല, മറ്റ് രാജ്യങ്ങൾ നടത്തുന്നത് ഈ രാജ്യങ്ങൾക്ക് മുകളിലൂടെ കടന്നു പോകുന്ന സംഭവമുണ്ട്. പലപ്പോഴും മിസൈലിൻ്റെയും മറ്റുമൊക്കെ അവശിഷ്ടങ്ങൾ പല രാജ്യങ്ങളിലും പതിക്കുന്ന സംഭവമുണ്ട്. അതൊക്കെയാണ് കൂടുതൽ ആളുകളെ അവിടെ ആശങ്കാഭരിതരാക്കുന്നത്. കാരണം അത് അന്തരീക്ഷത്തിൽ വെച്ച് ന്യൂട്രലൈസ് ചെയ്താലും പിന്നീട് അതിൻ്റെ അവശിഷ്ടങ്ങൾ വീഴുന്നുള്ളതാണ്. ഇപ്പോൾ ഇതിൽ മറ്റൊരു പ്രധാന കാര്യം, ഞാൻ വിനോദിലേക്ക് മടങ്ങി വരാം. സജിമോൻ ആൻ്റണി, മറ്റൊരു പ്രധാന കാര്യം ഇവിടെ ഉള്ളത് ഈ ചൈന എന്ത് നിലപാടെടുക്കുമെന്നാണ്. ചൈന ഇപ്പോൾ ഖംനയിയുടെ കൊലപാതകത്തെ അവലംബിച്ചിട്ടുണ്ട്. അടിയന്തരമായി ഈ സമാധാനം പുനഃസ്ഥാപിക്കാനുള്ള ശ്രമങ്ങൾ വേണം എന്ന നില തുടരുന്നുണ്ട്. ഈ യുദ്ധത്തിൽ ചൈന നേരിട്ട് ഇൻവോൾവ്മെൻ്റ് ഇല്ല. പക്ഷേ നമുക്കറിയാം, ഇപ്പോൾ ഇറാൻ ഉപയോഗിക്കുന്ന GPS സംവിധാനത്തിന് പകരം അവർ ഉപയോഗിക്കുന്നത് ചൈനയുടെ ബെയ്ദു സംവിധാനമാണ്. അതുപോലെ അവരുടെ എൻക്രിപ്റ്റഡ് ഹൈ പ്രിസിഷൻ മിലിറ്ററി സിഗ്നൽസ് ഒക്കെ ചൈനീസ് ബന്ധമുള്ളതാണ്.
റിയൽ ടൈം ഇൻ്റലിജൻസ് ഷെയറിംഗ് എന്ന് പറയുന്നത് ഒരു 500 സാറ്റലൈറ്റുകൾ ചൈന നൽകിയിട്ടുള്ള ഇറാന് നൽകിയിട്ടുള്ള കോൺസ്റ്റൻറ്റ് സിഗ്നൽ ഇൻ്റലിജൻസും ടെറൈൻ മാപ്പിങ്ങിനും വേണ്ടി നൽകിയിട്ടുള്ളത് 500+ സാറ്റലൈറ്റുകളുടെ സേവനമാണ്. അതോടൊപ്പം ഈ CM-302 സൂപ്പർസോണിക് മിസൈലുകൾ അത് ചൈനയുമായി ബന്ധപ്പെട്ട് അവർ നേരത്തെ ആഗ്രഹിക്കുന്നു. സൂപ്പർസോണിക് സ്പീഡാണ്, 290 km/h റേഞ്ചുള്ളതൊക്കെ. ഇതൊക്കെ യുദ്ധത്തിൻ്റെ എല്ലാ മറ്റ് ഒരു ആളായില്ല എന്നേ ഉള്ളൂ. പക്ഷേ അതിൻ്റെ അർത്ഥവും അതിൻ്റെ സാങ്കേതിക സംവിധാനവും നൽകുന്നത് ഒരുപക്ഷെ ചൈനയായിരിക്കാം. ആൻറ്റി സെൽത്ത് റഡാറുകൾ ചൈന സപ്ലൈ ചെയ്തിരിക്കുന്നു. അഡ്വാൻസ്ഡ് UHF ബ്രാൻഡ് റഡാറുകൾ നൽകുന്നു. YLC-8B തുടങ്ങിയ റഡാറുകൾ അത് ലോ ഫ്രീക്വൻസി വേവ് ഉപയോഗിക്കുന്നു. റഡാർ ഒരു പ്രത്യേക എന്താ പറയുക US സീൽഡ് ബോംബേഴ്സിനും ഫ്ലൈറ്റേഴ്സിനും ഒക്കെ കോട്ട് ചെയ്യാൻ കഴിയുന്ന തരത്തിൽ ഉള്ള ഒരു പ്രത്യേക റഡാറാണ്. അങ്ങനെ എല്ലാ തരത്തിലും സാങ്കേതികമായി ചൈനയുടെ പിന്തുണയുണ്ട്. പക്ഷേ ഇതിൽ ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ ഒരു ചൈനീസ് ഇൻവോൾവ്മെൻറ്റ് ഉണ്ടാകും എന്ന ആശങ്കയ്ക്ക് എന്തെങ്കിലും സ്കോപ്പുണ്ടോ? അല്ല അങ്ങനെ ചൈന ഇത് ആക്രമണം കണ്ണടച്ചിരിക്കും എന്ന എന്തെങ്കിലും തരത്തിലുള്ള ഒരു അഷ്വറൻസ് അമേരിക്കയ്ക്ക് കിട്ടിയിട്ടുണ്ട് എന്ന് കരുതാനാകുമോ ഈ യുദ്ധം തുടങ്ങിയ സാഹചര്യത്തിൽ? മനു, അതിലേക്ക് വരുന്നതിന് മുമ്പ് ശ്രീ യൂസഫ് അലി സാഹിബ് പറഞ്ഞ ഒരു കാര്യത്തിനെ ഒന്ന് റീഇറ്ററേറ്റ് ചെയ്യാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. തുടക്കം മുതലേ നമ്മൾ ഇവിടെ സംസാരിക്കുമ്പോൾ ഒരു കാര്യം പറയുന്നുണ്ടായിരുന്നു, ഇതാ ലോകം അവസാനിക്കുന്നു, ബോംബ് വീഴുന്നു, മിസൈൽ വീഴുന്നു എന്ന് പറഞ്ഞ് ഫാൾസ് നറേറ്റീവ് കൊടുക്കുന്ന പല മീഡിയകളും ഉണ്ട്. അപ്പം അതിനകത്ത് നമ്മൾ പാർട്ടിസിപ്പേറ്റ് ആവരുത് എന്നുള്ളൊരു നിർദ്ദേശമാണ് എനിക്ക് പറയാനുള്ളത്. ഒന്ന്. രണ്ടാമത്തേത്, യൂസഫ് അലി സാഹിബ് പറഞ്ഞു പോണെങ്കിൽ തന്നെ 100 മിസൈൽ വരുവാണെങ്കിൽ അതിനകത്ത് 96 97 ചെറുത്ത് നിർക്കാൻ നിർവീര്യമാക്കാനുള്ള കപ്പാസിറ്റി ആ ഗൾഫ് കൺട്രീസിനുണ്ട്, അല്ലെങ്കിൽ ഇസ്രായേലിനുണ്ട്, അല്ലെങ്കിൽ അമേരിക്കൻ സംവിധാനത്തിന് അവിടെ ഉണ്ട്. 1-2 ആയിരിക്കും അതിന്റെ അവശിഷ്ടങ്ങൾ അവിടെയും ഇവിടെയും വീഴുന്നത്. അതാണ് നമ്മൾ കണ്ടുകൊണ്ടിരുന്നത്, അതാണ് നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരുന്നത്. ഒന്നുകൂടി റീഇറ്ററേറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുകയാണ്. കമ്മിങ് ബാക്ക് ടു യുവർ ക്വസ്റ്റ്യൻ, ചൈനയുടെ ഇൻവോൾവ്മെന്റ് എന്തുമാത്രം ഉണ്ട് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ചൈനയുടെ ഇൻവോൾവ്മെന്റ് ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും അത് ഇമ്മെറ്റീരിയൽ ആണ് ഒരു പരിധി വരെ എന്നാണ് ടെക്നോളജി പ്രൂവ് ചെയ്യുന്നത്. കാരണം അത് ഇതിനു മുമ്പ് ചൈനയ്ക്ക് മുമ്പ് റഷ്യയായിരുന്നു സപ്ലൈ ചെയ്തുകൊണ്ടിരുന്നത്. ഇപ്പം വെനീസുലയുടെ കാര്യത്തിൽ നമ്മൾ കണ്ടു, റഷ്യയുടെ നിർമ്മിതമായ S-300 വളരെ കേപ്പബിലിറ്റി ഉള്ളതാണ്, ടെക്നോളജിക്കൽ സൂപ്പർ ഇതാണ്, മിറക്കിളാണ് എന്നൊക്കെ പറഞ്ഞാലും ടെക്നിക്കലി സ്പീക്കിംഗ് അതിനെയെല്ലാം ഒറ്റ രാത്രി കൊണ്ട് 1.5-2 മണിക്കൂർ കൊണ്ട് നിഷ്പ്രഭമാക്കിക്കൊണ്ട് ആ ഒരു മിലിറ്ററി ക്യാമ്പയിന് അമേരിക്ക സക്സസ്ഫുള്ളി ചെയ്തു കഴിഞ്ഞു. വെനീസുല കഴിഞ്ഞ മാസം നമ്മളത് കണ്ടതാണ്. അതുകൊണ്ടൊക്കെ തന്നെ ഇതുപോലെ തന്നെ കൊട്ടിഘോഷിക്കപ്പെട്ട വേറെ ചൈനീസ് മെയ്ഡ് സാധനങ്ങളാണ് C-302 കാര്യങ്ങളും ഒക്കെ. അപ്പം റഷ്യയുടെയും ചൈനയുടെയും സപ്പോർട്ടുമായിട്ടുള്ള ബേസ്ഡ് ആയിട്ടുള്ള ഈ പറഞ്ഞ സൂപ്പർ ഡ്യൂപ്പർ പ്രതിരോധ സംവിധാനങ്ങൾ, ഡിഫൻസ് സിസ്റ്റം എല്ലാം ഉണ്ടായിരുന്നിട്ടും ഒറ്റ രാത്രി കൊണ്ട് 50-ലധികം ഇറാനിയൻ ലീഡേഴ്സിനെയും ആ ഒരു കോമ്പൗണ്ട് കംപ്ലീറ്റ് നിഷ്പ്രഭമാക്കിക്കൊണ്ട് അമേരിക്കയും ഇസ്രായേലും അവരുടെ ടെക്നോളജിക്കൽ നോഹൗ അല്ലെങ്കിൽ ടെക്നോളജിക്കൽ അല്ലെങ്കിൽ യുദ്ധസാമഗ്രിയുടെ കരുത്ത് തെളിയിച്ചു കഴിഞ്ഞു. അപ്പൊ അതുകൊണ്ട് തന്നെ താങ്കളുടെ ചോദ്യത്തിന്, അതായത് ചൈന ഇൻവോൾവ് ആയാലും ഒരു പരിധിയിൽ കൂടുതൽ ഈ ഒരു അമേരിക്കൻ ഇസ്രായേൽ സ്ട്രൈക്കിനെതിരെ പിടിച്ചു നിൽക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. എന്ന് ഞാൻ പറയുമ്പം ഞാൻ ഒരു കാരണവശാലും യുദ്ധത്തെ പ്രൊമോട്ട് ചെയ്യുകയല്ല. തുടങ്ങിയ സെന്റൻസ് ഒന്നുകൂടെ ഞാൻ റിപ്പീറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നു. യുദ്ധം ഒരിക്കലും ഒരിടത്തും സമാധാനം കൊണ്ടുവന്നിട്ടില്ല. ലോകത്തിലെ ഹിസ്റ്ററി നമ്മൾ എന്തുമാത്രം വായിച്ചു പോയാലും സമാധാനം കൊണ്ടുവന്നിട്ടില്ല. എന്നാൽ അതത് സമയങ്ങളിൽ ഓരോ ലീഡേഴ്സിനും ഓരോ ഫീലിംഗ് വരും, അല്ലെങ്കിൽ സ്ട്രാറ്റജിക്കലി അവർക്ക് തിങ്ക് ചെയ്യാൻ പറ്റും. അവർ വിചാരിക്കും ദിസ് ഈസ് ദ വേ ടു ഗോ അഹെഡ് എന്ന് പറയും. അത് കുറച്ച് കഴിയുമ്പോൾ അവർ റിഗ്രറ്റ് ചെയ്യും. അല്ല അത് ഏത് ഭരണാധികാരി ആണെങ്കിലും. ഏതായാലും യുദ്ധം അവസാനിക്കട്ടെ എന്ന് ആഗ്രഹിക്കുന്നു.